യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ കൂടെ നടക്കുവിൻ. യേശുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈശോ പ്രകാശത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക, ഒപ്പം ലോക അവസാനത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ചിന്തകളിലൂടെ ഇന്ന് ധ്യാനം കടന്നു പോവുകയാണ്. മെഴുകുതിരി എത്രയോ വർണ്ണത്തോടു കൂടിയാണ് പലരും ഉണ്ടാക്കുന്നത്. നല്ല ഡിസൈനുകൾ, നല്ല കാണാൻ ഭംഗി, അത് നമ്മൾ നല്ല പണം കൊടുത്ത് അത് മേടിക്കാറുണ്ട്. പക്ഷേ ആ മെഴുകുതിരിയുടെ അറ്റത്ത് നമ്മൾ തിരുനാളം കൊളുത്തിക്കഴിയുമ്പോൾ തൻ്റെ സൗന്ദര്യമെല്ലാം ഇങ്ങനെ ഒലിച്ച് തീർന്ന് ആ കുടുംബത്തിലും കത്തിച്ചു വെക്കുന്നിടത്തുമൊക്കെ ഒത്തിരി പ്രകാശമായിട്ടത് മാറാറുണ്ട്. ഇതുപോലെ ഈശോ പറയുകയാണ്, ഈ സമയമൊന്ന് കടന്നു പോയിരുന്നെങ്കിൽ, ദൈവമേ, ഈ മണിക്കൂർ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ്. തൻ്റെ ജീവിതത്തിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്ത്, താൻ ഏറ്റെടുക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഓർത്ത്, ഭൂമിക്ക് വേണ്ടി ഒരു മെഴുകുതിരിയാവാൻ ഒരു ദൈവം ഇറങ്ങി വരുന്നതിനെ ഓർത്ത് അവൻ്റെ ചങ്ക് പിടയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവൻ വാക്കുകൾ തിരുത്തി, ഈ മണിക്കൂറിന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഈ മണിക്കൂറിന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഏറെ ധ്യാനിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഭൂമിയെ കാണുവാൻ ദൈവം അനുവാദം നൽകിയത്. പലരും സങ്കടത്തോടെ വന്ന് പറയാറുണ്ട്, അച്ഛൻ ജീവിതം മടുത്തു, ജീവിക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, മക്കള്, മാതാപിതാക്കള്, ജീവിത പങ്കാളി, കൂടപ്പിറപ്പുകൾ എല്ലാം എന്നെ ഉപേക്ഷിച്ചു, എനിക്കാരുമില്ല. അങ്ങനെയുള്ളപ്പോഴും നമ്മൾ വചനം മുമ്പിലെടുത്ത് വെച്ച് ധ്യാനിക്കേണ്ട ഒരു ധ്യാനമുണ്ട്. എൻ്റെ ദൈവമേ, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്? എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും തള്ളിക്കഴയുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും ഒക്കെ എൻ്റെ അപ്പ, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? അതിനുള്ള മനോഹരമായ ഉത്തരമാണ് ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുക. ഉടനെ അവൻ വാചകം തിരുത്തി, എങ്കിലും എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, സ്വർഗം എന്നിൽ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇടിമുഴക്കം പോലെ പേടിപ്പിക്കുന്ന ഒരു സ്വരമുണ്ടായെന്ന് പറയാ, ഞാൻ നിന്നിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ത്യാഗങ്ങളെ, സഹനങ്ങളെ ഒരു മെഴുകുതിരി ഉരുകി തീർക്കുന്നത് പോലെ, ഒരുപക്ഷെ സൗന്ദര്യമുണ്ടായിരുന്ന ജീവിതമാണ്, ഒരു രോഗം പിടിപെട്ടു, സൗന്ദര്യമെല്ലാം ഇങ്ങനെ ഉരുകിപ്പോവുക. നല്ലപോലെ ജീവിച്ചിരുന്ന ഒരു ജീവിതമാണ്, പെട്ടെന്നൊരു ദുരന്തമുണ്ടായി, ജീവിതം ഇങ്ങനെ മെഴുകുതിരി പോലെ എല്ലാം നശിച്ചു പോവുകയാണ്. പക്ഷേ അവിടെ നമ്മൾ തിരിച്ചറിയണം, ഞാനീ തകരുമ്പോഴും എന്നിലൂടെ കത്തി പടരുന്ന ഒരു സൗന്ദര്യമുണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുക, അല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സുവിശേഷം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്, നിങ്ങൾ പ്രകാശത്തിൽ വസിക്കണം. ആരാണ് പ്രകാശമെന്ന് യോഹന്നാന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈശോ പറയാണ്, ഞാനാണ് പ്രകാശം, ഞാനാകുന്ന പ്രകാശത്തെ ലോകത്തിന് മുമ്പിൽ കത്തി എരിയുവാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. എന്താണ് ഈശോ? യേശു എന്താണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കരുണയാണ്, അത് സ്നേഹമാണ്, അത് എളിമയാണ്, അത് വിനയമാണ്, അത് അവരുടെ കാൽകഴുകലാണ്, അത് ഒടുവിൽ കുരിശ് മരണമാണ്, അത് ദൈവഹിതം നിറവേറ്റലാണ്. അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവാകുന്ന ജീവിതത്തെ എൻ്റെ ഉള്ളിൽ ഉരുകി തീർക്കാനായിട്ട്, പ്രകാശമാക്കി തീർക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും മഹത്വകരമായി തീരുക. അപ്പോഴാണ് സ്വർഗം നമ്മളെ നോക്കി പറയും, നിന്റെ മേൽ എൻ്റെ മഹത്വം ഉണ്ടായിരിക്കുന്നുവെന്ന്. ഈ ഒരു സ്വരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുക. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ചോദ്യം, അത് സഹനങ്ങളെ മാത്രം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മാവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു ജീവിതമാക്കി മാറ്റണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഉരുകിത്തീരേണ്ടത്? ഒരപ്പൻ ഒരു കുടുംബത്തിൽ ഉരുകിത്തീരണം, അത് കത്തിത്തീരണം, അത് പ്രകാശമായി മാറണം. എൻ്റെ അപ്പ കുടുംബത്തിൽ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, അപ്പനോ അമ്മയ്ക്കും വേണ്ടി സ്നേഹത്തിൽ, ക്ഷമയിൽ, കാരുണ്യത്തിൽ, എളിമയിൽ, വിനയത്തിൽ, ചേർത്തുപിടിക്കൽ, കരുതലിൽ, സംരക്ഷണത്തിൽ നീ ഉരുകിത്തീരുമ്പോൾ നീ കുടുംബത്തിൽ പ്രകാശമായി തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മനോഹരമായി അരി കഴുകി അടുപ്പിലേക്ക് ഇട്ടാറില്ലേ? കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് മനോഹരമായി അന്നമായി മാറാറില്ലേ? ആ ഇടുന്ന അരി എത്രയോ കഠിനമാണ്, അതിങ്ങനെ വെന്ത് ഉരുകി ഒരന്നമായി തീരുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ
ഈ കുടുംബത്തിൽ ഒരു അന്നമായി തീരണം. അപ്പോൾ നീ ഒരു പ്രകാശമായി തീരും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് കാത്തുപരിപാലിച്ചുകൊണ്ട് ധാർമ്മിക ജീവിതത്തോട് ചേർന്ന് വിശ്വാസ ബോധ്യങ്ങളോട് ചേർന്ന് സ്വർഗത്തിനും ഭൂമിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ ചിലപ്പോൾ കത്തിയെരിയേണ്ടി വരും. കൂട്ടുകാരെല്ലാം വിട്ടുപോയെന്ന് വരും, എല്ലാവരും കളിയാക്കിയെന്ന് വരും. എന്നാൽ ദൈവസ്നേഹത്തെ പ്രതി കത്തിയെരിയുമ്പോൾ നീ ഒരു പ്രകാശമായി തീരും. അതുകൊണ്ടല്ലേ ഇങ്ങനെ കത്തിയെരിയുന്നവരുടെ ചരിത്രങ്ങളൊക്കെ ഇന്നും കെടാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? നമ്മുടെ ഭിത്തികളിലൊക്കെ തൂങ്ങപ്പെട്ടിരിക്കുന്ന വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ കത്തിയെരിഞ്ഞതാണ്. അനേകർക്ക് വേണ്ടി ദൈവസ്നേഹത്തെ പ്രതി കത്തിയെരിഞ്ഞവരാ. പക്ഷേ ഇന്നും അവരുടെ മുമ്പിൽ അനേകം മെഴുകുതിരികൾ കത്തിച്ചു തീർക്കാൻ കാരണം, അവരിങ്ങനെ ഉയരങ്ങളിൽ പ്രകാശമായിരിക്കാൻ കാരണം, അൾത്താരകളിൽ വണങ്ങപ്പെടാൻ കാരണം ദൈവമഹത്വത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ പരിപാലിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒരു വേള നമുക്കൊക്കെ സങ്കടം ഉണ്ടാകും. ഈശോയും പ്രാർത്ഥിച്ചത് അങ്ങനെയാ, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണമേ. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കാരണം മനുഷ്യ സഹജമാണത്. ആ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അപ്പാ കഴിയുമെങ്കിൽ ഈ സഹനം ഒന്ന് മാറ്റിത്തരണം, ഈ വേദന ഒന്ന് മാറ്റിത്തരണം, ആ ജീവിത പങ്കാളി കുടിയൊന്ന് മാറ്റിത്തരണം, ഭാര്യയുടെ ദുർനടപ്പൊന്ന് മാറ്റിത്തരണം, മക്കളെക്കുറിച്ചുള്ള ആകുലതകളൊന്ന് മാറ്റിത്തരണം. എങ്കിലും തുടർന്ന് പ്രാർത്ഥിക്കണം, അപ്പാ ഈ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഉടനെ ഈശോ പ്രാർത്ഥിച്ചു, എങ്കിലും സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ സമയത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെയാ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിൽ ജനിക്കുക. മരിക്കാൻ എളുപ്പമാണ്, ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാണ്. വിഷം കുടിച്ചോ എങ്ങനെ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാം. പക്ഷേ ജീവിച്ച് ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമാക്കുക അത്ര എളുപ്പമല്ല. മദ്യം കഴിക്കാൻ എളുപ്പമാണ്, തോന്നിവാളി ജീവിക്കാൻ എളുപ്പമാണ്, ദേവാലയത്തിൽ കയറാതെ ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതം അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യേശുവിനെ ഭക്ഷിക്കുന്ന ജീവിതമാണ്. ക്രിസ്തുവിനെ തിന്നുന്ന മനുഷ്യരാണ്. അങ്ങനെയെങ്കിൽ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ തിന്നുന്ന നമ്മിൽ നിന്നും പ്രകാശമുണ്ടായില്ലെങ്കിൽ എത്രയോ വലിയ അന്ധകാരമാണ് നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ മറ്റൊരു പ്രകാശമാകേണ്ട ക്രിസ്തു മക്കൾ ഈ ഭൂമിക്ക് അന്ധകാരമാണ് വിളമ്പുന്നതെങ്കിൽ എത്രയോ പരാജയമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, മറ്റൊരു മെഴുകുതിരിയാക്കി എന്നെ മാറ്റണം. നിന്നെപ്പോലെ കത്തിയെരിയുന്ന, അനേകർക്ക് പ്രകാശം പരത്തുന്ന ഒരു മെഴുകുതിരിയായി എന്നെ മാറ്റണം. കുടുംബത്തിൽ നല്ലൊരപ്പനായി, നല്ലൊരമ്മയായി, നല്ല മകനും മകളുമായി, നല്ല ഈ ഭൂമിയിലെ നല്ല മനുഷ്യനായി, ദൈവമഹത്വം ദർശിക്കുന്ന, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഈ ഭൂമിയിലെ മാലാഖയായി ജീവിച്ചു തീർക്കുവാൻ, സഹനങ്ങളുടെ മുള്ളുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോഴും സ്വർഗത്തിൻ്റെ ഇഷ്ടത്തോട് ആമേൻ പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ബലമേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.